ഇതിന് സമാനമായൊരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഞാൻ ഇന്ന് നാട്ടിലേക്ക് വന്നത് തന്നെ എൻ്റെ അച്ഛൻ്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് 29ാമത് വാർഷികമാണ്. എന്ന് വെച്ചാൽ എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളുടെ ഇമോഷൻ നന്നായി കണക്റ്റഡ് ആകുന്ന, സമാനമായി ദുഃഖിതനായ ഒരാൾ എന്നുള്ള അവരുടെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ളൊരു ഇമോഷനിലാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ പോലെ കുടുംബത്തെ സ്നേഹിച്ച, നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. ആ തീരുമാനിക്കുന്ന നിമിഷം അദ്ദേഹം ആ കുടുംബത്തോട് ഏറ്റവും മിനിമം, ഞാൻ നാളെ വരുന്നില്ല, നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരണ്ട എന്ന് പറയില്ലേ? ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ആ സീൻ നിങ്ങൾ മനസാക്ഷിയുള്ള മനുഷ്യന്മാരൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കും. ആ ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ ഓരോ ആളിറങ്ങുമ്പോൾ ആ 2 കുഞ്ഞുങ്ങളും അടുത്തതിറങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ അച്ഛനല്ലേ എന്ന് നോക്കി ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വാതിക്കലേക്ക് നോക്കിയിരിക്കുക. ഓരോ ആൾ ഇറങ്ങുമ്പോൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുക. ഏറ്റവും ഒടുവിൽ ആ ട്രെയിനൊന്ന് പാസ് ചെയ്യുമ്പോൾ ഇനിയും ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങിപ്പോയതാണോ എന്ന ടെൻഷൻ മാത്രമായിരിക്കും അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാവുക. ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ കുടുംബത്തിനുണ്ടാകുന്നൊരു ഇമോഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കുടുംബത്തെ സ്നേഹിച്ച ആ മനുഷ്യനെ ഏറ്റവും മിനിമം ആ ഒരു സീനിൽ നിന്ന് ആ കുടുംബത്തെ ഒഴിവാക്കി നിർത്തും. ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് തന്നെ കൺവിൻസ്ഡ് ആണ്. ഇത് ലീഗലി കൺവിൻസ്ഡ് ആണോ, ഇൻവെസ്റ്റിഗേറ്റീവ് ആസ്പെക്റ്റിൽ കൺവിൻസ്ഡ് ആണോ എന്നുള്ളതല്ല, ഇമോഷണലി ഇത് കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു പോയിന്റ്.